ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ ആപ്തവാക്യേ. പക്ഷെ സർക്കാരിൻ്റെ ചില കാര്യങ്ങളൊക്കെ കണ്ടട്ടെ, ഇനി വരാൻ പോകുന്നത് അത്രയ്ക്ക് സുഖവും സന്തോഷമുള്ള ഒരു കാലമല്ല എന്നൊരു തോന്നലേ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായിട്ട് നമ്മുടെ വീട്ടുമ്പോൾ അത് കിട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമാണേ. കോപ്പറേറ്റീവ് ബാങ്കുകാർ കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ട് തന്നുകൊണ്ടിരുന്ന കാര്യമാണേ. ഇനിയിപ്പോൾ അത് അക്കൗണ്ട് വഴി മാത്രമേ അങ്ങോട്ട് തള്ളത്തുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവേ. കിടപ്പ് രോഗികൾ, പ്രായമായ ആളുകൾ എന്നൊക്കെ പറയുമ്പോഴേ ഈ ഷുഗർ, പ്രഷർ തുടങ്ങിയ സർവ്വ വാർദ്ധക്യജനകമായ അസുഖങ്ങളൊക്കെയുള്ള ആളുകളാണ്. ഇവരൊക്കെ ഇനി വള്ളം പിടിച്ചും വണ്ടി പിടിച്ചും ഒക്കെ ബാങ്കിൽ പോയി അക്കൗണ്ട് ഇല്ലാത്തവരൊക്കെ അങ്ങോട്ട് അക്കൗണ്ട് തരപ്പെടുത്തണം. എന്നിട്ട് വേണം അങ്ങോട്ട് പൈസ എടുക്കാനേ. പിന്നെ UPI ഉപയോഗിക്കാനാണെങ്കിൽ ഇവർക്കൊട്ട് അറിയാനും വരെ പ്രായമായവർക്കൊക്കെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മറ്റുള്ളവരെ സഹായമൊക്കെ തേടേണ്ടി വരും. അതൊക്കെ വലിയ പൊല്ലാപ്പ. ചുരുക്കി പറഞ്ഞാൽ അവർക്കിതൊരു ബാലികറാമല തന്നെയാണേ. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങളൊക്കെ പറഞ്ഞാണ് ഈ പെൻഷൻ അക്കൗണ്ട് വഴിയാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ ധനസഹായമൊക്കെ മുടങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഈ മുൻകാലങ്ങളിലുമൊക്കെ ഈ നിയമമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. പക്ഷെ അതൊക്കെ മറികടന്ന് ഈ പാവപ്പെട്ട രോഗികൾക്കും വൃദ്ധർക്കും അർഹതപ്പെട്ടവർക്കൊക്കെ ഈ പെൻഷനെ സർക്കാർ വീട്ടുമാതൊക്കെ കൊണ്ട് അന്തസ്സോടെ കൂടി കൊടുത്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അതൊക്കെ അങ്ങോട്ട് ഇല്ലാതാവുകയാണേ. പിന്നെ ആളുകൾക്കിടയിൽ വലിയൊരു അടക്കം പറച്ചിലുണ്ട്. അടക്കം പറച്ചിലല്ല, പൊതുവിൽ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട്. ഗ്യാസിൻ്റെ സബ്സിഡിയുടെ കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഗ്യാസിൻ്റെ സബ്സിഡി ഇതിപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ എത്രയുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൻഷനും ഒരു കിട്ടാക്കനിയാവും എന്നാണ് ആളുകളുടെ ഒരു വർത്താനേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും, പറയാൻ പറ്റിയില്ല. ഭാവിയിലെ കാര്യം അങ്ങനെയൊക്കെ ചിലപ്പോൾ ആകുമായിരിക്കുമേ. എന്താണെന്നൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും അത്ര സുഖമുള്ളൊരു കാലമല്ല വരാൻ പോകുന്നത്. എൻ്റെ പെൻഷൻ കൊണ്ട് മുത്തപ്പാ കാത്തോളണേ.